തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ദൌത്യം തുടരും. ജനവാസ മേഖലയിൽ നിന്ന് ആന സമീപത്തെ തുരുത്തിലേക്ക് നീങ്ങി. ആനയെ ചികിത്സിക്കാനുള്ള കൂടിനായുള്ള യൂക്കാലി മരങ്ങളുടെ ആദ്യ ലോഡ് വൈകുന്നേരത്തോടെ കോടനാട് എത്തും. ദൌത്യത്തിന് ഡോക്ടർ അരുൺ സക്കറിയയുടെ 20 അംഗ സംഘത്തിനൊപ്പം 80 പേർ അടങ്ങുന്ന വനപാലകരുടെ സംഘവും ഉണ്ടാകും. മുറിവേറ്റ ആനയെ ചാലക്കുടി പുഴയുടെ തീരത്തിലൂടെ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ഇന്ന് രാവിലെ ഏഴാറ്റുമുഖത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ നിരവധി വാഴകളും കവുങ്ങുകളും കുത്തിയിട്ടെത്തുന്നു. അവശതയുണ്ടെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം എടുക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. ഇന്നലത്തെ വീഡിയോയിലും കുറച്ചൊരു ക്ഷീണം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന് ചികിത്സ നൽകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് ആൾക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ തിരിച്ച് കാട്ടിലേക്ക് വിടാനുള്ളൊരു ദൗത്യവും കൂടെ ഇപ്പോൾ ചെയ്യും. ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ കുങ്കിയാനകളിൽ ഒന്നിനെ അതിരപ്പള്ളിയിൽ എത്തിച്ചു. വിക്രമാണ് എത്തിയത്. കുഞ്ചുവും കോന്നി സുരേന്ദ്രനും നാളെ രാവിലെ അതിരപ്പള്ളിയിലെത്തും. കൂട് നിർമ്മിക്കുന്നവരും വയനാട് RRT സംഘവും എത്തിയിട്ടുണ്ട്. നാളെ അരുൺ സക്രിയയും അതിരപ്പള്ളിയിൽ എത്തുന്നതോടെ ദൌത്യത്തിന് വനംവകുപ്പ് പൂർണ്ണ സജ്ജമാകും. നാളെ വൈകുന്നേരത്തിന് മുൻപായി കൂടിന് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പുള്ളത്. ആദ്യ ലോഡ് യൂക്കാലി മരങ്ങൾ ഇന്ന് വൈകുന്നേരം എത്തും. നാളെ വൈകുന്നേരത്തോടെ കൂടിന് നിർമ്മാണം പൂർത്തിയാക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രമകരമായ ദൌത്യം ചൊവ്വാഴ്ച ഉണ്ടാകും. അതിരപ്പള്ളിയിൽ നിന്നും സുഭാഷ് ചിറ്റണ്ടയ്ക്കൊപ്പം കെ അഖിൽ, മീഡിയ 1.